ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹരിയാലി ചിക്കൻ പുലാവായിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ഗ്രീൻ പേസ്റ്റ് തയ്യാറാക്കാമേ. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പുതിനയും ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണേ. ഇതാണ്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണേലും എടുക്കാം കേട്ടോ. പട്ടയില 1, ഗ്രാമ്പു 3 എണ്ണം, ഏലക്ക 3 എണ്ണം, 2 ചെറിയ കഷ്ണം പട്ട ഇവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് സവോള ഇട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റി ഇതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാമേ. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണേലും എടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് വഴറ്റി വേവിച്ച് പിച്ചിക്കറി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരൽപ്പം വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് 3 മിനിറ്റ് വേവിച്ചെടുക്കണേ. മൂടി തുറന്ന് ഇളക്കി അരച്ചു വെച്ച് പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇളക്കണേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ കൂടെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൂടെ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂന്ന് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ബസ്മതി അരിയാണ്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ 1.5 കപ്പ് ബസ്മതി അരി ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരിയും വെള്ളവും ഒരേ ലെവൽ വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം കേട്ടോ. വെള്ളമെല്ലാം വറ്റി അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ദമ്മിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ അങ്ങനെ ചെയ്തിട്ടില്ലേ. അപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ പുലാവ് റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കും നിങ്ങൾക്ക് ഓഫീസിൽ പോകുമ്പോഴുമൊക്കെ ലഞ്ചിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് S&T Foodies. Bye bye.